PSC നിയമന തട്ടിപ്പിൽ സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ PSC നിലപാട് നാളെ അറിയാം. അന്തിമ തീരുമാനം നിയമോപദേശം തേടിയ ശേഷം ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് കമ്മീഷന് കത്ത് നൽകാൻ ക്രൈംബ്രാഞ്ച്. അപർണ കേസുണ്ട്. വിവരങ്ങളുമായി അപർണ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏത് രീതിയിലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? അതുപോലെ തന്നെ ഈ കേസിൽ PSCയുടെ നിലപാട് എന്തായിരിക്കും? PSC നിയമന വിവാദ കേസ് കത്ത് നൽകി സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ PSC നിലപാട് നാളെ ചേരുന്ന കമ്മീഷൻ യോഗം തീരുമാനിക്കും. അന്വേഷണത്തിൽ കമ്മീഷൻ അംഗങ്ങൾക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത്. അതായത് ഈ കമ്മീഷൻ ചെയർമാൻ MR ബൈജുന്റെ ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ എതിർക്കുകയും മറ്റൊരു വിഭാഗം ശക്തമായി തന്നെ ഇത്തരത്തിൽ അന്വേഷണം വേണം, ഈ ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാടിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഈ നിയമോപദേശം കോടതി ലഭിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ അന്തിമ തീരുമാനം ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ആസൂത്രണ ബോർഡ് നിയമനം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം നാളെ കമ്മീഷന് കത്ത് നൽകുന്നുണ്ട്. അതായത് ഈ അന്വേഷണത്തിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ അടക്കം ഈ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും നാളെ കത്ത് നൽകുക. കമ്മീഷൻ പ്രഖ്യാപിച്ച ആഭ്യന്തര വിജിലൻസ് SP അന്വേഷണം ഇതിന് സമാന്തരമായി തന്നെ നടക്കുകയാണ്. നാളെ നടക്കുന്നത് കമ്മീഷന്റെ ഒരു പതിവ് യോഗമാണ്, പ്രത്യേകിച്ചുള്ള ഒരു യോഗമല്ല. എന്നാൽ കൂടി നാളത്തെ യോഗത്തിലും ഇത്തരത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവരുടെ പക്കൽ നിന്ന് രേഖകളടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇനി രേഖകൾ ശേഖരിക്കണം. കൂടാതെ തന്നെ മൊഴി രേഖപ്പെടുത്തണം. പരീക്ഷ ചുമതലയുള്ള ആൾക്കാരിൽ നിന്ന്, അത് പരീക്ഷ ചുമതല ഉണ്ടായിരുന്നവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുണ്ട്. കൂടാതെ ഈ കൂടുതൽ രേഖകൾ ഈ ബോർഡിന്റെ പക്കൽ നിന്ന് കിട്ടണം. അതൊക്കെ ഈ കേസിൽ വളരെ നിർണായകമാണ്. എന്തായാലും എല്ലാ രേഖകളും കമ്മീഷനോട് ആവശ്യപ്പെടാനാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് നീക്കം നടക്കുന്നത്. എന്നാൽ നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും ഇത്തരത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് PSCയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ഒരു വ്യക്തത ഉണ്ടാകുക. എന്തായാലും PSC ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കില്ലെങ്കിൽ സർക്കാർ കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. കാരണം PSCയുടെ തന്നെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് അല്ലെങ്കിൽ പ്രവർത്തികളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ സുതാര്യമായ ഒരു അന്വേഷണം വേണം, ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം കാണണമെന്ന നിലപാടാണ് സർക്കാരിനുള്ളത്. എന്തായാലും സമഗ്രമായ അന്വേഷണം എന്ന ആശയത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത്. ഈ PSCയുടെ ആസൂത്രണ ബോർഡ് നിയമനത്തിന് പുറമെ മറ്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും നടക്കും. അതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള പരാതികൾ മുഖ്യമന്ത്രിക്ക് അടക്കം ലഭിച്ചിട്ടുണ്ട്. നിരവധി പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം ബാക്കിയുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ആസൂത്രണ ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരിക്കും നടക്കുക. എന്തായാലും സമഗ്രമായ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് വരും. PSC എത്രത്തോളം ഈ അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള കാര്യത്തിലാണ് ആശങ്കയുള്ളത്. എന്തായാലും നാളെ ചേരുന്ന യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഒരു നിലപാടുണ്ടാകുക. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെതിരെ PSC സർക്കാരിന് കോടതിയെ സമീപിക്കാനായിട്ടുള്ളൊരു നീക്കമുണ്ടോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ആഭ്യന്തര വിജിലൻസ് SP മേൽനോട്ടത്തിലുള്ള അന്വേഷണം, PSC ചുമതലപ്പെടുത്തിയ അന്വേഷണം എന്തായാലും സമാന്തരമായി നടക്കുന്നുണ്ട്. കൂടാതെ ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്നടക്കം മൊഴികൾ രേഖപ്പെടുത്തി ഡിജിറ്റൽ തെളിവുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുക. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം PSC പ്രഖ്യാപിച്ച ഇത്തരത്തിൽ 642 ഉത്തരക്കടലാസുകൾ കത്തിക്കാനുള്ള അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് PSC കടക്കാനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനെ അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കരുതെന്നൊക്കെ തന്നെ ക്രൈംബ്രാഞ്ച് അറിയിച്ചിരുന്നു. അന്വേഷണത്തെ അത് ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും നാളെ നടക്കുന്ന യോഗത്തിന് ശേഷമായിരിക്കും PSC നിലപാട് വ്യക്തമാകുക. കാർത്തു, ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്ന ADGP MR അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിന്മേൽ DGP നാളെ ശുപാർശ നൽകിയേക്കും. അജിത് കുമാറിന്റെയും വിശദീകരണം ഉൾപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ട്. 2 ആഴ്ച വൈകി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന വിവാദങ്ങൾക്കൊടുവിൽ അപർണ കേസുണ്ട്.
അപർണ, എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെയാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക് അടക്കം കടക്കുക. ഇന്ന് MR അജിത് കുമാറിനെതിരെ SIT റിപ്പോർട്ടിൽ ശുപാർശ തേടാനിരിക്കെ എങ്ങനെയാണ് വിവരങ്ങൾ? കാർത്തു, ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ രക്ഷാപ്രവർത്തനം എന്ന പേര് ആക്രമിച്ച കേസുമായി സംഭവത്തിൽ DGP MR അജിത് കുമാറിനെതിരെ റിപ്പോർട്ടിന്മേൽ DGP നാളെ ശുപാർശ സമർപ്പിക്കും. DGP നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഈ നിയമോപദേശം ലഭിച്ചതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ MR അജിത് കുമാറിന് എതിരായിട്ടുള്ള ഈ SIT റിപ്പോർട്ട് DGP സമർപ്പിക്കുക, ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുക. എന്തായാലും MR അജിത് കുമാറിന്റെ വിശദീകരണം ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ DGP നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവുക. റിപ്പോർട്ട് DGPക്ക് ലഭിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ UDFിലും കോൺഗ്രസിലും ഒക്കെ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു, വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് നാളെ സമർപ്പിച്ചേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഈ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് ഡയറി അടക്കം തിരുത്തി എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ MR അജിത് കുമാറിനെതിരെ ആദ്യ ഘട്ടത്തിലൊക്കെ തന്നെ ഈ SIT കണ്ടെത്തിയിരിക്കുന്നത്. ഈ SIT റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ഇത്തരത്തിൽ ഈ കേസ് ഡയറി തിരുത്തി എന്നുള്ളത്. ഇത് സാധൂകരിക്കുന്ന മൊഴികളാണ് അന്വേഷണ സംഘത്തിന് ആ സമയത്ത് അന്വേഷണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴിയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇത്തരത്തിൽ ഈ മൊഴി നൽകി SIT ഒരു റിപ്പോർട്ട് സമർപ്പിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും എന്തുകൊണ്ട് ഇത് സർക്കാരിലേക്ക് നീങ്ങുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അതായത് LDF സർക്കാരിന്റെ കാലത്ത് ഈ MR അജിത് കുമാറിന് ലഭിച്ചിരുന്ന സംരക്ഷണം ഈ VD സതീശൻ സർക്കാരും നൽകുന്നുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. UDF അധികാരത്തിലെത്തി VD സതീശൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യം തന്നെ പുറത്തിറങ്ങിയ ഉത്തരവുകളിൽ ഒന്നായിരുന്നു ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള SIT അന്വേഷണം എന്ന് പറയുന്നത്. തങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ വെറുതെ വിടില്ല എന്ന പ്രഖ്യാപനങ്ങളോടുകൂടിയാണ്, അല്ലെങ്കിൽ അത്തരമൊരു അഭിപ്രായമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അന്നുണ്ടായത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ SIT അന്വേഷണം വരുന്നു. ഈ SIT അന്വേഷണം വ്യാപകമായി തന്നെ നടക്കുന്നു. അതിലാണ് ഈ MR അജിത് കുമാറിന്റെ പങ്ക് ഉൾപ്പെടെ പുറത്തു വരുന്നത്. എന്നിട്ട് കൂടി എന്തുകൊണ്ട് ഇത്തരം ഒരു നടപടി MR അജിത് കുമാറിനെതിരെ നൽകുന്നില്ല അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ കോൺഗ്രസിലടക്കം ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് നൽകിയതിനു ശേഷം, ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും എന്തൊക്കെ നടപടികളായിരിക്കും MR അജിത് കുമാറിന് നേരെ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനമായും വരിക. കഴിഞ്ഞ മാസം 23-നാണ് ഇത്തരത്തിൽ ഈ SIT റിപ്പോർട്ട് DGPക്ക് കൈമാറുന്നത്. എന്നാൽ ആ റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും എടുത്തിരുന്നില്ല. ഈ 2 ആഴ്ച പിന്നിട്ടു, എന്നിട്ടും യാതൊരുവിധ നടപടിയും എടുത്തിരുന്നില്ല. ഈ DGP റാങ്ക് പട്ടികയിലേക്ക് ഉയർത്താനുള്ള നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പട്ടികയിൽ MR അജിത് കുമാർ കൂടി ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടിന്മേൽ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ DGP സ്ഥാനത്തേക്ക് ഒരു കയറ്റം ഈ MR അജിത് കുമാറിന് നൽകാനുള്ള നടപടിയാണോ ഇത്തരത്തിൽ UDFും ശ്രമിക്കുന്നത് എന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും നാളെ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. കൂടാതെ തന്നെ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതായത് SP തലത്തിൽ നടന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ DGP തലത്തിൽ കൂടി ഈ അന്വേഷണം വേണം, അതിന് കൃത്യമായ നിയമോപദേശം വേണം എന്നാണ് ഇത്തരത്തിൽ DGPയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് SIT സമർപ്പിച്ചു. അതിവേഗം ഈ റിപ്പോർട്ട് മേലൊരു ശുപാർശ നൽകി കഴിഞ്ഞാൽ കോടതിയിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ അതിവേഗം തന്നെ ഇതിലൊരു നടപടി സ്വീകരിച്ചു എന്നൊരു വാദം MR അജിത് കുമാറിന് വയ്ക്കുവാൻ സാധിക്കും. അതൊരു രാഷ്ട്രീയ പ്രേരിതമായ നടപടി എന്നുള്ള വാദമൊക്കെ ഉയർത്താൻ സാധിക്കും. അതിനെ മുൻനിർത്തിയാണ് ഇത്തരത്തിൽ വ്യക്തമായ നിയമോപദേശം തേടിയതിനു ശേഷം ഒരു നടപടി സ്വീകരിക്കാം എന്ന നിലപാടിലേക്ക് DGP എത്തുന്നത്. എന്തായാലും DGP നാളെ ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ള തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കാർത്തു, അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിന്റെ മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുമ്പോൾ എന്തായാലും അത് നിർണായകം തന്നെയാണ്. ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് ഏറെ നമ്മൾ നോക്കി കാണുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മുൻ സർക്കാരിന്റെ കാലത്തായാൽ കൂടി MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിനു പുറമെ UDF സർക്കാരിലേക്കും എത്തുമ്പോൾ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ കാണണം ഈ ഒരു സാഹചര്യത്തെ?
തീർച്ചയായും LDF സർക്കാരിന്റെ കാലത്ത് വളരെ വലിയ ഒരു സംരക്ഷണമാണ് ഈ MR അജിത് കുമാറിന് ലഭിച്ചിരുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ പൂരം കലക്കൽ കേസുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ MR അജിത് കുമാറിന് വലിയ തോതിൽ ഈ LDF സർക്കാർ സംരക്ഷിച്ചിരുന്ന ഒരു നിലപാടുണ്ട്. അന്ന് കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരുന്നതാണ് ഈ UDF സർക്കാരും UDF സർക്കാർ പ്രതിനിധികൾ അല്ലെങ്കിൽ നേതാക്കൾ എന്നൊക്കെ പറയുന്നവർ. അതായത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഇത്തരത്തിൽ MR അജിത് കുമാറിനെ LDF സർക്കാർ സംരക്ഷിക്കുന്നു, എന്ത് നിലപാടിന്മേലാണ് സംരക്ഷിക്കുന്നത് എന്നത് അടക്കമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്നു. ആദ്യ നടപടി എന്ന രീതിയിൽ ഇത്തരത്തിൽ SIT അന്വേഷണം ഈ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു അന്ന് നടന്ന രക്ഷാപ്രവർത്തനം നമുക്ക് കൃത്യമായി വ്യക്തമാണ്. അതൊരു രക്ഷാപ്രവർത്തനമല്ല, അവരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതിയിലേക്ക് കടന്നിരുന്നു. ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ, SIT അന്വേഷണം വന്നപ്പോൾ അതിനെ വളരെയേറെ സ്വീകാര്യത ലഭിച്ചിരുന്നു. പിന്നീട് ഈ SIT റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിലാണ് ഈ MR അജിത് കുമാറിന്റെ പങ്ക് അടക്കം പുറത്തു വരുന്നത്. അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ, അന്ന് ആ കേസ് അന്വേഷിച്ചിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി കേസ് ഡയറിയിൽ തിരുത്തുകൾ നടത്തി എന്ന ഗുരുതരമായ ആരോപണമാണ് വന്നിരുന്നത്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SIT അത്തരമൊരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ റിപ്പോർട്ട് DGPക്ക് ലഭിക്കുന്നു. DGPക്ക് കഴിഞ്ഞ മാസം 23 ഈ റിപ്പോർട്ട് ലഭിക്കുന്നു. എന്നാൽ ഇത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയില്ല, ഇതിലൊരു ശുപാർശ നൽകിയില്ല. ഈ നിരന്തരമായ ആഭ്യന്തരമന്ത്രിയോട് ഇക്കാര്യം ചോദിക്കുമ്പോഴൊക്കെ തന്നെ പറയുന്നത് DGPക്ക് അത്തരം ഒരു റിപ്പോർട്ട് തനിക്ക് കൈമാറിയിട്ടില്ല എന്നാണ്. എന്തായാലും ഈ ശുപാർശയ്ക്ക് നൽകുകയാണ്. വളരെയേറെ വിമർശനങ്ങൾക്കിടയിലാണ് ഇത്തരത്തിൽ ഈ ശുപാർശ നൽകുന്നത്. അവർക്ക് DGPക്ക് വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. കാരണം കോൺഗ്രസിനിടയിൽ തന്നെ ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. വലിയ പ്രതികരണങ്ങളിലേക്ക് എത്തി ഇത് കടന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ശുപാർശയ്ക്ക് ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത്. കൂടാതെ തന്നെ നിയമോപദേശം എന്നുള്ളത് ഇതിൽ വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പങ്ക് കൂടി ഈ നിയമോപദേശം എന്ന ഒരു ഘട്ടത്തിനുണ്ട്. കാരണം ഈ നിയമോപദേശം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. കാരണം SP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. അത് DGP തലത്തിലേക്ക് എത്തുന്നു. അതിൽ വ്യക്തമായ നിയമോപദേശം വേണം. കൂടാതെ തന്നെ ഈ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ ഒരു നടപടി സ്വീകരിക്കാൻ സാധിക്കില്ല. നടപടി സ്വീകരിച്ചാൽ ഇത്തരത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥൻ എതിരെ ഒരു നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. കോടതിയിൽ ഇത്തരത്തിൽ അതിവേഗം ഒരു നടപടി ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ടായി. റിപ്പോർട്ട് ലഭിച്ച ഉടനെ തനിക്കെതിരെ നടപടി എടുത്തു എന്നുള്ളൊരു വാദമൊക്കെ ഉന്നയിക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി വിശദമായ ഒരു അന്വേഷണം നടത്തി നിയമോപദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും ഇത് മുന്നോട്ടേക്ക് വെക്കുക. എന്തായാലും അത്തരം ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും വളരെ ഉയർന്നു വന്നൊരു വിമർശനം എന്ന് പറയുന്നത് ഈ MR അജിത് കുമാറിന് VD സതീശൻ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ ഒരു സംരക്ഷണം ഒരുക്കുന്നു. LDF സർക്കാർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഈ ഇത്തരത്തിൽ കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ നടത്തുന്നത് എന്നൊരു ആക്ഷേപം ഒക്കെ ഉയർന്നിരുന്നു. എന്നാൽ അതിനൊരു തിരശ്ശീല വീഴുന്നു എന്ന് തന്നെ നമുക്ക് കരുതാൻ സാധിക്കും. കാരണം ഈ റിപ്പോർട്ട് നാളെ ശുപാർശയ്ക്ക് വെക്കുന്നു. എന്തായാലും ഇതിന്മേൽ ഒരു നടപടി എന്താകും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് തന്നെ കടക്കേണ്ടതുണ്ട്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം പറഞ്ഞിരുന്നു തങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ വെറുതെ വിടില്ല എന്നുള്ളത്. ആ വാക്ക് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ MR അജിത് കുമാറിന് കർശനമായ ഒരു നടപടി MR അജിത് കുമാറിനെതിരെ ഉണ്ടാകും. വളരെ വലിയ നടപടിയായിരിക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളത്. എന്തായാലും ഈ രാഷ്ട്രീയ കേരളം തന്നെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഈ MR അജിത് കുമാറിനെതിരെ എന്തായിരിക്കും ഈ UDF സർക്കാർ എടുക്കുന്ന നിലപാട് എന്നുള്ളത്. കാർത്തു. ശരി, അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്.